ചിങ്ങം 1-നാണ് ഷെഫീഖിന്റെ ജീവിതം പുതിയ അധ്യായത്തിലേക്ക് പ്രവേശിച്ചത്. പുത്തൻ യൂണിഫോം അണിഞ്ഞ് പോറ്റമ്മയായ രാഗിണിയുടെ വിരൽത്തുമ്പിൽ പിടിച്ച് സ്കൂൾ മുറ്റത്തെത്തിയ ഷെഫീഖിനെ 8ാം ക്ലാസ് വിദ്യാർത്ഥി റിയാസ് ഹൈദരലിയുടെ നേതൃത്വത്തിലുള്ള മ്യൂസിക് ബാൻഡിന്റെ അകമ്പടിയോടെയാണ് വരവേറ്റത്. വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെന്റും ഒത്തുചേർന്ന് ഷെഫീഖിനെ സ്വീകരിച്ചു. ബലൂണുകളും ത്രിവർണ്ണ പതാകയും കൈയിലേന്തി LKG മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ വരിവരിയായി നിന്ന് ഷെഫീഖിനെ വരവേൽക്കുകയായിരുന്നു. രാവിലെ 10 മണിക്ക് സ്കൂൾ മുറ്റത്തെത്തിയ ഷെഫീഖിനെ അൽ-അസർ ഗ്രൂപ്പ് ചെയർമാൻ KM മൂസ, സ്കൂൾ ഡയറക്ടർ ആസിയ മിജാസിന്റെ നേതൃത്വത്തിൽ ക്ലാസ് മുറിയിലെത്തിച്ചു. പ്രത്യേക പരിശീലനം ലഭിച്ച 3 അധ്യാപകരാണ് ഷെഫീഖിന്റെ പഠനത്തിന് നേതൃത്വം നൽകുന്നത്. ഷെഫീഖിന്റെ ബുദ്ധിക്ക് വളരെ വികാസമുണ്ടാകുകയും അതുപോലെ തന്നെ ശാരീരികവും മാനസികവുമായ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഈ കൂട്ടുകാർ ഒന്നിച്ചുള്ള ജീവിതം, ഈ സ്കൂൾ ലൈഫ് ഏറ്റവും നന്നായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. UKG ക്ലാസ് മുറിയിൽ നിന്നാണ് പഠനം ആരംഭിക്കുക. ഷെഫീഖ് കഴിയുന്ന അൽ-അസർ മെഡിക്കൽ കോളേജിലെ അമ്മത്താരാട്ട് മുറിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയും ഒരുക്കിയിട്ടുണ്ട്. സാധാരണ കുട്ടികൾക്കുള്ള ബുദ്ധിവളർച്ച ഷെഫീഖിനില്ലെങ്കിലും മറ്റു കുട്ടികളുമായി ഒരുമിച്ചിരുന്ന് പഠിക്കുന്നതിലൂടെ ഷെഫീഖിന് നല്ല പുരോഗതി ഉണ്ടാകുമെന്ന് വെല്ലൂർ CMC ആശുപത്രിയിലെ ഷെഫീഖിന്റെ ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ ജോർജ് തരിയൻ പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഷെഫീഖിനെ സ്കൂളിൽ അയക്കാൻ തീരുമാനിച്ചത്.